ഹലോ മക്കളെ, അപ്പോൾ എല്ലാവരും 9ാം ക്ലാസ്സിൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞ് വെക്കേഷനിൽ ഇരിക്കായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിലേക്കാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇപ്പോഴേ കുറച്ച് പഠിച്ച് തുടങ്ങിയാലേ നമുക്ക് പബ്ലിക് എക്സാം ആകുമ്പോഴേക്ക് ഫുൾ സെറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എജുസോണിൻ്റെ ഒപ്പം നിന്നിട്ട് ഈ SSLC എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാം. അപ്പോൾ ടീച്ചറിന് എടുക്കാൻ പോകുന്നത് ബയോളജിയാണ്. ബയോളജി നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ തന്നെ എടുക്കാൻ വേണ്ടി തുടങ്ങാം. നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് ജീവൻ്റെ ജനിതകം അഥവാ ജെനറ്റിക്സ് ഓഫ് ലൈഫ്. അപ്പോൾ വാട്ട് ഇസ് ജെനറ്റിക്സ്? ജെനറ്റിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. പാരമ്പര്യത്തിൻ്റെയും വ്യതിയാനത്തിനെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഭാവിയിൽ ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ചെയ്യുന്ന സമയത്ത് അവിടെയൊക്കെ നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു പേരായിരിക്കും ജെനറ്റിക്സ് അല്ലെങ്കിൽ ജീൻ എന്നിവയെല്ലാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യയെ കുറിച്ചിട്ടാണ്. ജീൻ എഡിറ്റിംഗ്. അപ്പോൾ എന്താണ് ജീൻ എഡിറ്റിംഗ്? ജീൻ എഡിറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഡി എൻ എനെ സെഗ്മെൻറ്റുകളാക്കി തിരിച്ചാൽ അവയെ നമ്മൾ ജീനുകൾ എന്ന് പറയും. അപ്പോൾ നമ്മുടെ സ്വഭാവ സവിശേഷതകൾ നിയന്ത്രിക്കുന്നത് ഒരുപാട് ജീനുകൾ ചേർന്നിട്ടാണ്. ഈ ജീനുകൾക്ക് എന്തെങ്കിലും തകരാറ് സംഭവിക്കുമ്പോൾ നമ്മളത് തിരുത്താൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള ഏറ്റവും വലിയ പങ്ക് വഹിച്ച രണ്ടാൾക്കാരെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ജെനിഫർ എ ഡൗട്ട്നിയും ഇമാനുവൽ കാർപ്പൻറ്റേനും. ഇവർക്ക് ജീൻ എഡിറ്റിങ്ങിൻ്റെ രീതിശാസ്ത്രം വികസിപ്പിച്ചതിന് രസതന്ത്രത്തിൽ നൊബേൽ പ്രൈസ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ജെനിഫർ എ ഡൗട്ട്നിക്കും ഇമാനുവൽ കാർപ്പൻറ്റേനും. ഇവർ ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയ്ക്ക് സുപ്രധാന പങ്ക് വഹിച്ച രണ്ടാൾക്കാരാണ്. ഇവരെ കണ്ടുപിടുത്താണ് ക്രിസ്പർ കാസ്9 എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കാസ്9 എന്ന് പറയുന്നത് ഒരു റെസ്ട്രിക്ഷൻ എൻസൈമാണ്. ഇത് ഉപയോഗിച്ചിട്ട് അവർ തകരാറുള്ള ജീനിനെ കട്ട് ചെയ്തിട്ട് അവരതിനെ നേരെയാക്കും. ഇതാണ് ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇത്രമാത്രം ജസ്റ്റ് അറിഞ്ഞു വെക്കുക. നമുക്കിത് ഇനി വരുന്ന ചാപ്റ്ററുകളിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ ഒരു കുട്ടി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലേ, ഈ ജീനിനെ നമ്മളെങ്ങനെയാണ് എഡിറ്റ് ചെയ്യൽ? നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്തത്ര ചെറുതല്ലേ ഈ ജീൻ, അപ്പോൾ എങ്ങനെയാണ് അത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ലെന്നാണ് ആ കുട്ടി ചിന്തിക്കുന്നത്. നമുക്കതിനുള്ള ഉത്തരം കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് ജീനിൻ്റെ സ്ഥാനം എന്ന് നമുക്കറിയണം അല്ലേ. അപ്പോൾ അത് നമുക്ക് നോക്കാം. നമ്മുടെ മനുഷ്യ ശരീരം നിർമ്മിച്ചിട്ടുള്ളത് കോടാനുകോടി സെല്ലുകൾ കൊണ്ടാണ്, കോശങ്ങൾ കൊണ്ടാണ് അല്ലേ. അപ്പോൾ ഒരു കോശത്തിലെ ഇതൊരു സെല്ലാണെന്ന് വിചാരിച്ച ഒരു കോശമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ന്യൂക്ലിയസ് ഉണ്ടാവും അല്ലേ. ന്യൂക്ലിയസിൻ്റെ അകത്ത് ക്രോമസോമുകൾ ഉണ്ടാവും. നമ്മുടെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത് കോടാനുകോടി കോശങ്ങൾ കൊണ്ടാണ്. ഓരോ കോശത്തിൻ്റെ അകത്തും ന്യൂക്ലിയസ് ഉണ്ടാവും. ന്യൂക്ലിയസിൻ്റെ അകത്താണ് ക്രോമസോമുകൾ ഉള്ളത്. ഈ ക്രോമസോമുകൾ നിർമ്മിച്ചിട്ടുള്ളത് DNA ചുരുട്ടി റാപ്പ് ചെയ്തിട്ടാണ് ക്രോമസോമുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് DNA ആണെന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ ഓരോ സെഗ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജീൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓരോ സെഗ്മെൻറ്റിനെയാണ് നമ്മൾ ജീനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് ജീനിൻ്റെ സ്ഥാനം. ഒരു കോശം, അതിൻ്റെ അകത്ത് ന്യൂക്ലിയസ് ഉണ്ടാവും. ന്യൂക്ലിയസിനകത്ത് ക്രോമസോമുകൾ ഉണ്ടാവും. ഈ ക്രോമസോമുകൾ നിർമ്മിച്ചിട്ടുള്ളത് DNA കൊണ്ടാണ്. DNA ഒരു 2 ഇഴകളുള്ള ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ അതിൽ ഓരോ സെഗ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജീനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രക്ചർ ഓഫ് DNA ഘടന എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു DNA എവിടെയുള്ളത്? മനുഷ്യ ശരീരത്തിൻ്റെ കോശങ്ങളുടെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്താണ് DNA സ്ഥാനം. അപ്പോൾ ഈ DNA ഘടന ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ചേർന്നിട്ടാണ്. അപ്പോൾ അവരെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ DNA ഘടന കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഈ മോറിസ് വിൽക്കിൻസും റൊസാലിൻ ഫ്രാങ്ക്ലിൻ്റെയും എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി പിക്ചർ വെച്ചിട്ടാണ് ഇവർ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും സ്ട്രക്ചർ ഓഫ് DNA കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ജെയിംസ് വാട്സൻ്റെയും ഫ്രാൻസിസ് ക്രിക്കിൻ്റെയും മോഡലിലുള്ള DNA എന്ന് നമുക്ക് നോക്കാം. അവർ പറഞ്ഞത് DNA സ്ട്രക്ചർ ഒരു ചുറ്റുഗോവണി മാതൃകയാണെന്നാണ്. ഇതാണ് ചുറ്റുഗോവണി മാതൃകയിലുള്ള DNA. അപ്പോൾ ഇതിൽ DNA ബേസിക് യൂണിറ്റ് എന്ന് വെച്ചാൽ ന്യൂക്ലിയോടൈഡാണ്.
ഓരോ ന്യൂക്ലിയോടൈഡ് കൊണ്ടാണ് നമ്മുടെ DNA ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ന്യൂക്ലിയോടൈഡിൽ ഒരു ഷുഗർ മോളിക്യൂൾ ഉണ്ടാവും. ഈ പഞ്ചഭുജം പോലെ കാണുന്നതാണ് നമ്മുടെ ഷുഗർ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഷുഗർ മോളിക്യൂള്. ഈ സർക്കിളായിട്ട് കാണുന്നത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്. ഈ സ്ക്വയറിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് നൈട്രജൻ ബേസുകളാണ്. DNA ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡാണ്. അപ്പോൾ ഒരു ന്യൂക്ലിയോടൈഡിൽ എന്തെല്ലാം ഉണ്ടാവും? ഒരു ഷുഗർ ഉണ്ടാവും, പിന്നെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും, പിന്നെ നൈട്രജൻ ബേസുകൾ ഉണ്ടാവും. അപ്പോൾ ഇവയെല്ലാം കൃത്യമായി ക്രമീകരിച്ചിട്ടാണ് നമ്മുടെ DNA ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ DNA അതിനു മുമ്പ് നമുക്ക് DNA ഫുൾ ഫോം എന്ത് നോക്കാം. എന്താണ് DNA? DNA എന്ന് വെച്ചാൽ ഡീഓക്സി റൈബോസ് ന്യൂക്ലിക് ആസിഡ് എന്ന് പറയും. എന്താണ്? ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡുകൾ. ഇതാണ് DNA ഫുൾ ഫോം. ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും അറിഞ്ഞിരിക്കാം. അപ്പോൾ DNA ഡിയോക്സി റൈബോസ് എന്ന് പറയുന്നത് അതിൻ്റെ ഷുഗർ മോളിക്യൂളിൻ്റെ പേരാണ്. ഡിയോക്സി റൈബോസ് ആണ് DNA ഷുഗർ മോളിക്യൂളിൻ്റെ പേര്. ദെൻ ഈ ഷുഗർ മോളിക്യൂളും ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ചേർന്നാണ് DNA ഇഴകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ DNA ഇഴകളുടെ അടിസ്ഥാന ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഷുഗർ മോളിക്യൂളും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ചേർന്നാണ് DNA ഇഴകൾ നിർമ്മിക്കുന്നത്. DNA 2 ഇഴകളാണുള്ളത്. ഇത് ഒരു ഇഴ, ഇത് അടുത്ത ഇഴ. ഇവ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടാണ് DNA ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ഒരു ഇഴയുടെ നിർമ്മാണ ഘടകങ്ങളാണ് ഒരു ഷുഗർ മോളിക്യൂളും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ ബോണ്ടില്ലേ, അത് നമ്മൾ പിടിച്ചു നിർത്തുന്നത് ആരാണ്? ഈ ബേസുകളാണ്, നൈട്രജൻ ബേസുകളാണ്. ഇവർ തമ്മിലുള്ള ഈ പടികൾ നിർമ്മിച്ചിട്ടുള്ളത് നൈട്രജൻ ബേസുകൾ കൊണ്ടാണ്. ഈ 2 നൈട്രജൻ ബേസുകളുടെ ഇടയിൽ ബോണ്ടുകളുണ്ട്. ആ ബോണ്ടിന് പറയുന്ന പേരാണ് ഹൈഡ്രജൻ ബോണ്ടുകൾ. ഹൈഡ്രജൻ ബോണ്ടുകൾ എന്ന് പറയും. അപ്പോൾ നമ്മളിപ്പോൾ എന്തെല്ലാം നോക്കി? DNAക്ക് 2 ഇഴകളാണ്, ഇരട്ട ഇഴകൾ കൊണ്ടാണ് DNA ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ഒരു ഇഴ നിർമ്മിച്ചിട്ടുള്ളത് ഷുഗർ മോളിക്യൂളും ഒരു പഞ്ചസാര തന്മാത്രയും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ചേർന്നാണ്. പിന്നെ അതിൻ്റെ പടികൾ നിർമ്മിച്ചിട്ടുള്ളത് നൈട്രജൻ ബേസുകൾ കൊണ്ടാണ്. ഈ നൈട്രജൻ ബേസുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ളത് ഹൈഡ്രജൻ ബോണ്ടുകൾ കൊണ്ടാണ്. അപ്പോൾ ഏതെല്ലാമാണ് നൈട്രജൻ ബേസുകൾ എന്ന് നോക്കാം. DNA പ്രധാനമായിട്ടും 4 ബേസുകളാണുള്ളത്. 4 നൈട്രജൻ ബേസുകളാണുള്ളത്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അഡിനിനും തൈമിനും ഗ്വാനിനും സൈറ്റോസിനും. എല്ലാവരും ടീച്ചർ പറയുന്നതോടൊപ്പം തന്നെ പറയണം. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അഡിനിനെ നമ്മൾ A എന്നുള്ള ആൽഫബറ്റ് ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യൽ. തൈമിനെ T, ഗ്വാനിൻ G ആൻഡ് സൈറ്റോസിന് C. നമുക്ക് എളുപ്പത്തിൽ @GC എന്ന് പറയാം. @GC. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അപ്പോൾ ഈ അഡിനിൻ ഇവർക്ക് ആരും അറിയാണ്ട് പ്രണയമുണ്ട്. അപ്പോൾ അഡിനിനെ ആരാ സ്നേഹിക്കല്? തൈമിനെയാണ്. അപ്പോൾ തൈമിൻ ആരാ തിരിച്ച് സ്നേഹിക്കല്? അഡിനിനാണ്. ഗ്വാനിൻ സ്നേഹിക്കുന്നത് സൈറ്റോസിന്, സൈറ്റോസിൻ തിരിച്ച് സ്നേഹിക്കുന്നത് ഗ്വാനിനാണ്. അപ്പോൾ ആരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമുക്ക് എങ്ങനെയാ അറിയല്? അഡിനിൻ തൈമിനെ സ്നേഹിക്കുന്നത് 2 ഹൈഡ്രജൻ ബോണ്ടുകൾ കൊണ്ടാണ്. തൈമിൻ അഡിനിൻ തിരിച്ച് തൈമിനെ സ്നേഹിക്കുന്നതും 2 ഹൈഡ്രജൻ ബോണ്ടുകൾ കൊണ്ടാണ്. പക്ഷേ ഗ്വാനിൻ സൈറ്റോസിനെ സ്നേഹിക്കുന്നത് എത്രയാണെന്നറിയോ? 3 ഹൈഡ്രജൻ ബോണ്ടുകളാണ് അവരിടയിലുള്ളത്. അപ്പോൾ തിരിച്ചും ഗ്വാനിൻ എത്രയാണ് ഉണ്ടാവില്ല? 3 എണ്ണമാണ്. അപ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടാവല്? ഗ്വാനിനും സൈറ്റോസിനും ആയിരിക്കൂലേ? അവരല്ലേ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുള്ളത് പരസ്പരം. അവരിടയിൽ ട്രിപ്പിൾ ബോണ്ടാണുള്ളത്. ഹൈഡ്രജൻ ബോണ്ട് ട്രിപ്പിൾ ആണ്. അഡിനിനും തൈമിനും തമ്മിൽ ഡബിൾ ബോണ്ടാണുള്ളത്. ഗ്വാനിനും സൈറ്റോസിനും തമ്മിൽ ട്രിപ്പിൾ ബോണ്ടാണുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കളൊന്ന് ആലോചിച്ച് വെക്കാം. DNA എന്ന് പറയുന്നത് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡാണ്. അതിൽ DNA ഉണ്ടാക്കിയിട്ടുള്ളത് ന്യൂക്ലിയോടൈഡ് എന്ന ബേസിക് യൂണിറ്റ് കൊണ്ടാണ്. ഒരു ന്യൂക്ലിയോടൈഡിൽ ഷുഗർ മോളിക്യൂൾ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പും നൈട്രജൻ ബേസുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഷുഗർ മോളിക്യൂളും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൊണ്ടാണ് ഒരു ഇഴ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ പടികൾ നിർമ്മിച്ചിട്ടുള്ളത് നൈട്രജൻ ബേസുകൾ കൊണ്ടാണ്. അവരിടയിൽ എന്തുണ്ട്? ഹൈഡ്രജൻ ബോണ്ടുകളുണ്ട്. ഇങ്ങനെയാണ് DNA സ്ട്രക്ചർ.
പേജ് നമ്പർ 11 ഒരു വർക്ക്ഷീറ്റ് കൊടുത്തിട്ടുണ്ടല്ലേ, മുകളിൽ നോക്കി DNA ഘടനയെ കുറിച്ചിട്ടുള്ള ഒരു വർക്ക്ഷീറ്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. DNA ഇഴകളുടെ എണ്ണം എത്രയാണ്? 2 ഇഴകളാണ്. ഇഴകൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്രകൾ ഏതൊക്കെയാണ്? പഞ്ചസാര തന്മാത്രയും ഫോസ്ഫേറ്റ് തന്മാത്രയും. പടികൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്രകൾ ഏതെല്ലാണ്? നൈട്രജൻ ബേസുകളാണ്. വിവിധ തരം നൈട്രജൻ ബേസുകൾ നമ്മൾ പറഞ്ഞു: അഡെനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. പടികൾ രൂപപ്പെടുന്ന വിധം നൈട്രജൻ ബേസുകൾ ജോഡി ചേർന്നാണ് എന്തുണ്ടാവുന്നേ? പടികൾ രൂപപ്പെടുന്നത്. നൈട്രജൻ ബേസുകൾ ജോഡി ചേരുന്ന വിധം അഡെനിനും തൈമിനും തമ്മിൽ ഡബിൾ ബോണ്ടാണ്. ഗ്വാനിനും സൈറ്റോസിനും തമ്മിൽ ത്രിബന്ധനം അഥവാ ട്രിപ്പിൾ ബോണ്ടാണ്. ന്യൂക്ലിയോടൈഡിലെ തന്മാത്രകൾ ഏതെല്ലാമാണ്? ഫോസ്ഫേറ്റ്, പഞ്ചസാര, ഒരു നൈട്രജൻ ബേസ് ആണ് ന്യൂക്ലിയോടൈഡിൽ ഉള്ളത്. അപ്പോൾ സെറ്റല്ല എല്ലാവർക്കും? DNA ഘടന നമ്മൾ പൊളിക്കൂലേ? അപ്പോൾ ഈ DNA നീളം എത്രയാണെന്നാ നമുക്ക് ഒന്ന് പറഞ്ഞേ. എല്ലാവരും ആലോചിച്ച് നോക്കി. DNA എത്രയായിരിക്കും നീളം? എത്രയായിരിക്കൂടാ? DNA 2.2 മീറ്റർ ആയിരിക്കും DNA നീളം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നീളമുള്ള DNA നമ്മൾ എങ്ങനെയാണ് ചുരുട്ടി ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ, അത്രയും ചെറിയ ന്യൂക്ലിയസിനുള്ളിൽ നമ്മൾ അതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? അത് ഭയങ്കര അത്ഭുതമുള്ള കാര്യമാണല്ലേ. മനുഷ്യ ശരീരത്തിൽ 46 ക്രോമസോമുകളുണ്ട്. അപ്പോൾ ഈ 46 ക്രോമസോമുകളിലുള്ള DNA നമ്മൾ ഇങ്ങനെ അഴിച്ചിട്ടാൽ അത് ഏകദേശം 2 മീറ്ററോളം നീളം വരും. അപ്പോൾ ഈ 2 മീറ്റർ നീളമുള്ള DNA ആണ് നമ്മൾ എന്തെങ്കിലും റാപ്പ് ചെയ്തിട്ട് ന്യൂക്ലിയസിൻ്റെ അകത്തേക്ക്, ക്രോമസോമിൻ്റെ ഉള്ളിലായിട്ട് ന്യൂക്ലിയസിനകത്തേക്ക് വെക്കുന്നത്. അപ്പോൾ നമ്മൾ DNA റാപ്പിംഗ് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ DNA ഇങ്ങനെ റാപ്പ് ചെയ്തിട്ടുള്ളത് ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ വഴിയാണ്. ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞാൽ അതിൽ 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ഉണ്ടാവും. 8 ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് പറയാൻ 8 പെയറാണ്. അതിൽ 4 പ്രോട്ടീൻ ഉണ്ടാവും. ഈ 4 പെയർ ചെയ്തിട്ടാണ് ന്യൂക്ലിയോസോമിൽ ഉണ്ടാവല്. ഹിസ്റ്റോൺ പ്രോട്ടീനിന് ചുറ്റി ഇഴകൾ ചേർന്നിട്ടാണ് ആരുണ്ടാവല്? DNA ഉണ്ടാവല്. ഈ DNA 1.75 ടൈംസ് ആണ് ഒരു ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്തെങ്കിലും ഇങ്ങനെ കറങ്ങൽ. 1.75. 2 ഫുള്ളായിട്ട് കറങ്ങുന്നില്ല. ഒരു പ്രാവശ്യം ഇങ്ങനെ കറങ്ങുന്നു, മറ്റേ പ്രാവശ്യം പകുതി വരെ കറങ്ങിയിട്ട് അത് അടുത്തയിലേക്ക് പോകുന്നു. അപ്പോൾ ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ഉണ്ട്. ഏതെല്ലായിരിക്കും? H2A, H2B, H3, H4. ഈ 4 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ പെയർ ചെയ്തിട്ടാണ് ന്യൂക്ലിയോസോമിൽ ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ഉണ്ടാവല്. അപ്പോൾ ഇതിൽ 1.75 ടൈംസ് DNA ഇതിനെ റാപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ കുറേ ന്യൂക്ലിയോസോമുകൾ ചുറ്റിയാണ് DNA നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ചുരുളകളാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ സ്ട്രക്ചറിനെ നമ്മൾ എന്ത് പറയുമെന്നറിയോ? ബീഡ്സ് ഓൺ എ സ്ട്രിങ് എന്ന് പറയും. നമ്മൾ മുത്ത് കോർക്കൂലേ? ഒരു നൂലെടുത്തിട്ട് അല്ലെങ്കിൽ മുത്ത് ഇങ്ങനെ കോർക്കൂലേ? അതുപോലെയാണ് DNA നമ്മൾ ഒരു ക്രോമസോമിൻ്റെ അകത്തേക്ക് റാപ്പ് ചെയ്യുന്നത്. ആ ഒരു മുത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയോസോം. അങ്ങനെ ഓരോ ന്യൂക്ലിയോസോമും ചേർന്നിട്ടാണ് DNA നമ്മൾ ചുരുട്ടിയെടുക്കുന്നത്. ഇങ്ങനെ ചുരുട്ടിയെടുത്ത് നമ്മൾ DNA എന്ത് ചെയ്യും? ക്രോമസോമുകളാക്കിയിട്ട് മാറ്റും. ഇങ്ങനെ നമ്മൾ DNA ചുരുട്ടി ഒരു ക്രോമസോം ആക്കിയിട്ട് മാറ്റും. ഈ ക്രോമസോമുകൾ ബന്ധിപ്പിച്ചിട്ടുള്ള ഭാഗത്തിന് നമ്മൾ സെൻട്രോമിയർ എന്ന് പറയും. ക്രോമസോമുകളുടെ സെൻറ്ററിൽ സെൻട്രോമിയർ ഉണ്ട്. അപ്പോൾ ഈ ഓരോ കാല് പോലെയുള്ള സാധനമില്ലേ, ആ ഓരോ കാലിനെയും നമ്മൾ ക്രോമാറ്റിഡുകൾ എന്ന് പറയും. ക്രോമാറ്റിഡ്സ്. ഈ ക്രോമാറ്റിഡ്സും സെൻട്രോമിയറും ചേർന്ന ഭാഗമാണ് എന്ത്? ക്രോമസോമുകൾ. നമ്മളിപ്പോൾ ഇന്ന് എന്തെല്ലാം പഠിച്ചു മക്കളെ? DNA സ്ട്രക്ചർ പഠിച്ചു, ക്രോമസോമിൻ്റെ സ്ട്രക്ചർ പഠിച്ചു, ന്യൂക്ലിയോസോം പഠിച്ചു, DNA റാപ്പിംഗ് പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.